എല്ലാവർക്കും നമസ്കാരം. ആത്മീയം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമേകാൻ കഴിയുന്ന ഒരു പ്രത്യേക തൊടുകുറി ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഈ സെഗ്മെന്റിൽ നമുക്ക് മുന്നിലുള്ളത് രണ്ട് പരമപ്രധാനമായ ദൈവിക സങ്കല്പങ്ങളാണ്. ഒന്ന് സൃഷ്ടിയുടെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ സാക്ഷാൽ ബ്രഹ്മാവ്. രണ്ട് സംഹാരത്തിലൂടെ പുനർജന്മത്തിന് വഴിയൊരുക്കുന്ന ലയകാരകനായ സാക്ഷാൽ പരമശിവൻ. ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടദേവനെ മനസ്സിൽ കണ്ട് തികഞ്ഞ ഭക്തിയോടെ ഇതിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ, അതായത് ഒന്നുകിൽ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ശിവനെ മനസ്സിൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു വഴികാട്ടിയായി ഈ തീരുമാനം മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടാൻ മറക്കരുത്. ഒപ്പം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ വലിയ സങ്കടം എന്താണെന്നും നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നും കൂടി അവിടെ എഴുതുക. കാരണം നിങ്ങളുടെ കമന്റ് ആയിരക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അവരിൽ പലരും നിമിഷ നേരത്തേക്കെങ്കിലും നിങ്ങൾക്കായി പ്രാർത്ഥിച്ചേക്കാം. പലരുടെ മനസ്സുകൾ ഒന്നിച്ചു ചേരുന്ന ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ബ്രഹ്മാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സിന് ഉടമയാണെന്നാണ്. കൊച്ചുകുട്ടികളെ പോലെ സങ്കടം പെട്ടെന്ന് വരുന്ന ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. പലപ്പോഴും താൻ ചെയ്തത് ശരിയായിരുന്നോ അതോ തെറ്റായിരുന്നോ എന്നൊക്കെയുള്ള അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. വാസ്തവത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാകും നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ്. ഒരുപക്ഷെ ശാരീരികമോ മാനസികമോ ആയ മറ്റ് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അവയുടെയെല്ലാം അടിസ്ഥാന കാരണം ഈ സാമ്പത്തിക ഞെരുക്കം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ നിന്നും, അത് ഭർത്താവായാലും മക്കളായാലും, തിരിച്ചു കിട്ടുന്നത് അവഗണന മാത്രമാണെന്ന വലിയൊരു സങ്കടം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ എന്തു തന്നെ വന്നാലും തളരാതെ ഈശ്വരനിൽ മാത്രം അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ആ മനസ്സ്, അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും. നിങ്ങളുടെ ഈ കഷ്ടകാലത്തിന് ഏകദേശം 1.5 മാസം മുതൽ 3 മാസം വരെ ദൈർഘ്യം കണ്ടേക്കാം. എന്നാൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെങ്കിൽ 1.5 മാസം കൊണ്ട് തന്നെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇനി രണ്ടാമതായി ശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഈ അടുത്ത കാലത്തായി നിങ്ങൾക്ക് ശത്രുക്കൾ വല്ലാതെ കൂടുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ വളർച്ചയിലും നേട്ടങ്ങളിലും അസൂയ പൂണ്ടവരാണ് ഇതിൽ പലരും. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും നിങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി പുഞ്ചിരിയോടെ നടക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. ആർക്കു മുന്നിലും തല കുനിക്കുന്നില്ലെന്നും ഏത് പ്രതിസന്ധിയെയും തൻ്റെ ഇടത്തോടെ നേരിടുമെന്നുമുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ എപ്പോഴും കാണാം. നിങ്ങൾ സ്വപ്നം കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. നടക്കില്ലെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പോലും നടന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രത്യേക പ്രകൃതം നിങ്ങൾക്കുണ്ട്. അതുപോലെ ജീവിതത്തിൽ ചിട്ടയും അടുക്കും വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾക്കെല്ലാം കൂടിപ്പോയാൽ ഒരു 3 മാസത്തെ ആയുസ്സേ ഉള്ളൂ. നിങ്ങൾ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആ പ്രാർത്ഥന നിങ്ങളിൽ ഒരു ദൈവിക ചൈതന്യം നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലും ഇതൊരു വെളിച്ചമാകട്ടെ. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.